ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വീടുകയറി ആക്രമിച്ചു. സ്രായിൽ കടവ് സ്വദേശി സഞ്ജയ്ക്ക് നേരെയായിരുന്നു അതിക്രമം. ബിജെപി പ്രവർത്തകരായ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ? സോന, വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കുന്നംകുളം കാട്ടാക്കമ്പലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ യുവാവിന്റെ വീട്ടിൽ, സഞ്ജയിന്റെ വീട്ടിൽ BJP RSS പ്രവർത്തകരായ ഒരു സംഘം ആളുകൾ കയറുകയായിരുന്നു. അതിനുശേഷം ഈ യുവാവിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ചിറയങ്ങാട് സ്വദേശികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവരടങ്ങുന്ന സംഘമാണ് ഈ യുവാവിന്റെ വീട്ടിലേക്ക് കടക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് ഇരയായതെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവത്തിൽ BJP പ്രവർത്തകരായുള്ള 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇരുഭാഗവും പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പരാതിയിന്മേലുള്ള അന്വേഷണം തുടർന്നു വരികയാണ്. സഞ്ജയിന്റെ വീടിന്റെ മുൻഭാഗത്തെ ജനൽ ചില്ലകളും പ്ലാസ്റ്റിക് കസേരകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ അക്രമി സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് പ്രതികൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടത്. മർദ്ദനമേറ്റ സഞ്ജയ് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. പ്രതികളായിട്ടുള്ള ആളുകളെ ദേവപ്രസാദും ദീപക്കും അടങ്ങിയ ആളുകളാണെന്നാണ് പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. പ്രദേശത്ത് ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതും പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിന്റേതായിട്ടുള്ള പ്രാഥമിക നിഗമനം. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ പരിക്കേറ്റ ആളുടെ നില സാരമുള്ളതല്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. എങ്കിലും ഇയാൾ ചികിത്സ തേടിയിരിക്കുകയാണ്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം BJP പ്രവർത്തകർ ആരോപിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചേർന്നാണ് പ്രകോപനം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. ഏതായാലും ജാഗ്രത പാലിക്കുകയാണ് പോലീസ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായാണ് കുന്നംകുളം ACPയും സംഘവും അറിയിക്കുന്നത്. സോന, ശരി. കുന്നംകുളത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വീട് കയറി ആക്രമിച്ച കേസിൽ 3 BJP പ്രവർത്തകരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.